രഞ്ജി ട്രോഫിയിൽ ഛത്തീസ്ഗഡിനെതിരെ കേരളം മികച്ച നിലയിൽ. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 74 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം 219 റൺസ് എടുത്തിട്ടുണ്ട്. 6 സെഞ്ചുറിയുമായി ബാറ്റിംഗ് തുടരുന്ന സഞ്ജു സാംസണിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ മുഴുവനും. സഞ്ജുവിനെ കൂടാതെ സച്ചിൻ ബേബിയും രോഹൻ പ്രേമും 50 നേടി. സച്ചിന് തലനാരിഴയ്ക്കാണ് സെഞ്ചുറി നഷ്ടമായത്. 180 പന്തിൽ 11 ഫോർ അടക്കം 91 റൺസാണ് സച്ചിൻ ബേബി നേടിയത്. രോഹൻ പ്രേമാകട്ടെ 144 പന്തിൽ 54 റൺസും സ്വന്തമാക്കി. സഞ്ജു ഇതുവരെ 71 പന്തിൽ 9 ഫോർ അടക്കം 57 റൺസാണ് നേടിയത്. 24 പന്തിൽ 1 ഫോർ അടക്കം 10 റൺസുമായി സഞ്ജുവിന് കൂട്ടായി ക്രീസിലുണ്ട്. സംഭൂജിരായി ഓപ്പണർമാരെ നഷ്ടമായ കേരളം 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന രോഹൻ പ്രേമിന്റെയും സച്ചിൻ ബേബിയുടെയും മികവിലാണ് തകർച്ചയെന്ന് കരകയറുന്നത്. സ്കോർ ബോർഡിൽ റൺസ് ചേർക്കും മുൻപേ രോനസ് കൊന്നമ്മൽ രവി കിരണിന്റെ പന്തിൽ ക്ലീൻ ബോൾഡായി. പിന്നാലെ ജലസക്സേനയും സംഭൂജിരായി മടങ്ങി. ആശിഷ് ചൗഹാന്റെ പന്തിൽ ഋഷഭ് പിടിച്ചാണ് ജലസക്സേന പുറത്താകുന്നത്. പിന്നാലെ ക്രിസിലൊത്തു ചേർന്ന രോഹൻ പ്രേമും സച്ചിൻ ബേബിയും കേരളത്തെ തകർച്ചയെന്ന് ചേർത്ത് പിടിക്കുകയായിരുന്നു. ഇരുവരും 3-ാം വിക്കറ്റിൽ 135 റൺസിന്റെ കൂട്ടുകെട്ടാണ് കൂട്ടിച്ചേർത്തത്. 4-ാം വിക്കറ്റിൽ സഞ്ജു സച്ചിൻ ബേബിയും 40 റൺസ് കൂട്ടുകെട്ടും സ്ഥാപിക്കുകയുണ്ടായി. നേരത്തെ ടോസ് നേടിയ ഛത്തീസ്ഗഡ് ക്യാപ്റ്റൻ അമൻദീപ് ഗാരെ കേരളത്തെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് കഴിഞ്ഞ മത്സരം കളിക്കാതിരുന്ന സഞ്ജു കേരള ടീമിൽ തിരിച്ചെത്തിയതാണ് പ്രധാന വാർത്ത. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.